ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മൂന്നാർ കാർമൽഗിരി പള്ളി ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. അപകട ഭീഷണിയുള്ള അന്തോണിയാർ കോളനിയിലെ 19 പേരാണ് ക്യാമ്പിനുള്ളത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഈ ക്യാമ്പ് തുറന്നത് അത്ര വലിയ മഴയുടെ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ? മൂന്നാർ കാർമൽഗിരി പള്ളി ഓഡിറ്റോറിയത്തിലാണ് നിലവിൽ ക്യാമ്പ് തുറന്നിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിധ, മൂന്നാർ മേഖലയിലാണ് ഈ മഴക്കാലം തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ക്യാമ്പ് കർമൽഗിരി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയിരിക്കുന്നത്. 19 പേരാണ് ഈ ക്യാമ്പിലുള്ളത്. 6 കുടുംബത്തിലെ 19 പേരാണ് ഈ ക്യാമ്പിലുള്ളത്. 6 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ ഗർഭിണികൾ വരെ ഈ ക്യാമ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്തോണിയാർ കോളനിയാണ്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉരുൾപൊട്ടലുണ്ടായ വലിയ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ക്യാമ്പ് ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ എത്രയും വേഗം മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, NDRF സംഘം ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട്, പൈനാവിൽ ക്യാമ്പ് ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ഈ നേരത്തെ മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിശക്തമായ മഴ ഇടവിട്ട് ഇടുക്കിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവിധ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മൂന്നാർ കാർമൽഗിരി പള്ളി ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് തുറന്നിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ രാഹുൽ വിജയൻ നൽകിയത്.